ഇന്ത്യയിൽ ഇപ്പോ ടാക്സ് മേള നടക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യ ഗുഡ്സ് ആൻഡ് സർവീസിന് GST കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളത്. എന്നാൽ 2024 അവസാനത്തിൽ നിന്നും ഈ 25ലേക്ക് കടക്കുമ്പോൾ എല്ലാം മാറി മറിയുകയാണ്. വൺ പോപ്കോൺ മെനി ടാക്സസ് എന്നായി. ഇതായിരുന്നു നിർമ്മലാജിയുടെയും കേന്ദ്രത്തിന്റെയും ഡിസിഷൻ. പോപ്കോണിനെയും നിർമ്മലജിയെയും പരിഹസിച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വൻ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ₹10 ഒരു പോപ്കോൺ പാക്കറ്റ് നിങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കുക്കറിൽ ഇട്ട് പൊട്ടിച്ച് കഴിക്കുമ്പോഴുള്ള അതേ ക്വാണ്ടിറ്റിയും ടേസ്റ്റിലുമാണ് നമ്മൾ ഒരു തിയേറ്ററിൽ പോയിട്ട് പോപ്കോൺ കഴിക്കുമ്പോഴും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്നത്. തിയേറ്ററുകളിൽ ലഭിക്കുന്ന പോപ്കോൺ തന്നെ പല തരത്തിലുണ്ട്, പല റേറ്റിലുണ്ട്. ഇപ്പൊ നോർമൽ പോപ്കോൺ, സാൾട്ട് പോപ്കോൺ, അതുപോലെ തന്നെ പാക്ഡ് പോപ്കോൺ, കൂട്ടത്തിൽ റിച്ച് ലുക്കുള്ള കാരമൽ പോപ്കോൺ. എന്നാൽ ചില വൻകിട തിയേറ്ററുകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ഇതേ പോപ്കോണിന് 500ഉം 600ഉം 1000ഉം കൊടുത്താൽ മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്തു നിന്നോ വീട്ടിൽ നിന്നോ കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ അതിന് കഴിയില്ല. അവിടെ നിന്നും വാങ്ങി കഴിക്കുകയല്ലാതെ വേറെ നിവൃത്തിയുമില്ല. എന്നാൽ വൻകിട തിയേറ്ററുകൾ എന്തുകൊണ്ടാണ് ഇത്രയും പണം നമ്മളിൽ നിന്നും ഈടാക്കുന്നതെന്ന് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? GST എന്ന വില്ലനാണ് അവിടെ. ഇപ്പൊ പുതിയ ടാക്സ് വന്നതോടുകൂടി ഇതുപോലുള്ള വൻകിട തിയേറ്ററുകളിൽ നിന്നും പോപ്കോൺ വാങ്ങി കഴിക്കുക എന്നുള്ള ആഗ്രഹം വിടേണ്ടി വരും. കാരണം പുതിയ ടാക്സ് ഭേദഗതി വരുന്നത് വരെ ഏത് ടൈപ്പ് പോപ്കോണിനും ഒരൊറ്റ GST ഈടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ഓരോ ടൈപ്പ് പോപ്കോണിനും ഓരോ GST ആണ്. നോർമൽ പോപ്കോണിന്, അതായത് ഒരു മസാലയും ഉപ്പും ഒന്നും ചേർക്കാത്ത പോപ്കോണിന് 5% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സാൾട്ട് വിത്ത് പാക്ഡ് ആണെങ്കിൽ 12% നൽകണം. കാരമൽ ചേർത്ത് കഴിഞ്ഞാൽ 18%. അങ്ങനെ പോകുന്നു പോപ്കോണിന്റെ GST വർധനവ്. എന്നാൽ ഇതേ വർധനവ് പോപ്കോണിന് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ മുതൽ കാറിന് വരെ ഉണ്ട്. ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ ഓൾറെഡി നമ്മൾ അടയ്ക്കുന്ന ടാക്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? GST ഈടാക്കുന്നുണ്ട്, റോഡ് ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ സെസ് ഉണ്ട്, സർവീസ് ടാക്സ് ഈടാക്കും. ഇനി പെട്രോൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ പെട്രോൾ സെസ് വരുന്നുണ്ട്. ടോൾ ബൂത്തിൽ പോയി കഴിഞ്ഞാലോ ടോൾ പേയ്മെന്റ് വേറെ അടയ്ക്കണം. കാർ ലോൺ എടുത്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാർ ലോൺ സർവീസ് ടാക്സ്, മറ്റൊന്ന് ഈ പാർക്കിംഗ് പേയ്മെന്റ്. ഇതൊന്നും കൂടാതെയാണ് ന്യൂ ടാക്സ് റിഡക്ഷൻ സിസ്റ്റം ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ഈടാക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2014 6 ലക്ഷത്തിന്റെ ഒരു കാർ ഒരു സാധാരണക്കാരൻ വാങ്ങി. 10 വർഷം കഴിഞ്ഞു, അതായത് 2024 അത് 1 ലക്ഷത്തിന് വിറ്റു. അവിടെ ഓൾറെഡി ആ ഒരു കസ്റ്റമറിന് 5 ലക്ഷം നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ടാക്സ് നിയമം അനുസരിച്ച് ഈ 5 ലക്ഷം നഷ്ടം വന്നതിൽ നിന്നും 18% ടാക്സ് ആ ഒരു കസ്റ്റമർക്ക് കൊടുക്കണമെന്നാണ്. അതായത് 5 ലക്ഷത്തിന്റെ 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90,000 രൂപ അത് ആ കസ്റ്റമർ അടയ്ക്കണം. അപ്പൊ ബാക്കി എന്താണുള്ളത്? 10,000 രൂപ മാത്രം മിച്ചം. ഇനി ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഡിവിജ്വൽ ടാക്സ് കളക്ഷനും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. 2015 പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 2.65 ലാഖ് ക്രോർ ആയിരുന്നു. അത് 2024 ആയപ്പോഴേക്കും 10.45 ലാഖ് ക്രോർ ആയി മാറി. എന്ന് പറഞ്ഞാൽ 9 വർഷം കൊണ്ട് പേഴ്സണൽ ഇൻകം ടാക്സ് ഗ്രോത്തിൽ സംഭവിച്ചിരിക്കുന്നത് 294%. ഇതിൽ രണ്ടിലുമുള്ള വർധനവിനെ തരം തിരിച്ചാൽ ഈ പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് വൻ വർധന ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ടാക്സ് ഗവൺമെന്റിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് എന്താണ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നിഷേധിക്കപ്പെടുന്ന പ്രധാന ആവശ്യങ്ങളെയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ പ്രധാന ആവശ്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലാത്തവന് കാറോ വീടോ ഒന്നും വേണ്ട, അവന് ടാക്സ് നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പോപ്കോണിനോ വെളിച്ചെണ്ണയ്ക്കോ ഒന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല.
എല്ലാം ഉള്ളവനും ഇത് തന്നെയാണ് സ്ഥിതി. ഇനി എത്ര ടാക്സ് അടച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല. കാരണം ടാക്സ് കൊടുക്കും തോറും പണക്കാരന്റെ മടിയിൽ പണം വന്ന് ചേർന്നുകൊണ്ടിരിക്കും. ഇവിടെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്നത് ആരാണ്? ഈ മിഡിൽ ക്ലാസ്സുകാരനാണ്. ടാക്സ് എന്ന ചതിക്കുഴിയുടെ ഇരയാകുന്നതും ഇവർ തന്നെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വാങ്ങുന്നതിന് വരെ ടാക്സ് അടയ്ക്കേണ്ട ഒരു അവസ്ഥ. ഇത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണോ? സർക്കാരിന്റെ ഈ നികുതി വർധനവിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കമന്റ് ചെയ്യുക. ഇതുപോലെ വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.